Good afternoon. നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണല്ലേ ഇത്. കുറേ അസൈൻമെന്റും മറ്റു വർക്കുകളെല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ തന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് വീഡിയോ എന്നാണ് ഇടാൻ പറ്റിയത്. അപ്പം നമ്മളുടെ ഈ കോംപ്ലക്സ് അനാലിസിസ് തേർഡ് സം PGയിൽ വരുന്ന ഈ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ള കോംപ്ലക്സ് അനാലിസിസിന്റെ ഒരു ഇത് തന്നെയാണ്, ഒരു എക്സ്റ്റൻഷൻ പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ ആ പേപ്പറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, കുറച്ചും കൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത് മാത്രം. ഡിഗ്രിയും PGയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അവിടെ ചർച്ചിലാണെന്ന് തോന്നുന്നു നിങ്ങൾ പഠിച്ചിട്ടുള്ള ബുക്ക്. പക്ഷെ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം വരെ അൽഫോഴ്സ് ആയിരുന്നു. പക്ഷെ ഈ വർഷം സിലബസ് നന്നായി മാറിയിട്ടുണ്ട്. കോംപ്ലക്സ് അനാലിസിസ് തന്നെയാണ് പേപ്പറിന്റെ പേരെങ്കിലും പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് അൽഫോഴ്സ് മാറിയിട്ട് കോൺവേ ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോൺവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ ടെക്സ്റ്റ് ഫോളോ ചെയ്തിട്ടില്ല കോംപ്ലക്സിന്. ഇത് ആദ്യമായിട്ടാണ് കോംപ്ലക്സിന് വേണ്ടിയിട്ട് കോൺവേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലോക്ക്ഡൌണിന്റെ ഈ സമയത്ത് തന്നെ നമുക്ക് ടെക്സ്റ്റും ചേഞ്ച് ആയിട്ടുണ്ട്, സിലബസും മാറിയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പഠിക്കണമല്ലോ. അപ്പൊ നമ്മള് തുടങ്ങാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് നമ്മളെ സിലബസിൽ പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ 6th സെക്ഷൻ മാത്രം. 6th സെക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ. സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ ഞാനത് സെമിനാറായിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഓരോരുത്തരും ചെയ്തിട്ട്. കാരണം നിങ്ങളത് നേരത്തെ പഠിച്ചിട്ടുള്ള കോംപ്ലക്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷനെ കുറിച്ച് പഠിക്കും. നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ പറഞ്ഞത്. കുറെ പേര് നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസ് ആണ് നോക്കിയിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ളത് നോക്കാം, സമയം കിട്ടിയിട്ടില്ല, അതും കൂടെ നോക്കാം. അപ്പോൾ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ ഫസ്റ്റ് ചാപ്റ്ററിലെ 6th സെക്ഷൻ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ആണ് 3rd ചാപ്റ്റർ, കോൺവേയിലെ 3rd ചാപ്റ്റർ. ആ 3rd ചാപ്റ്ററിലെ 3 സെക്ഷൻസും ഉണ്ട് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ. അപ്പോൾ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് മെയിനായിട്ടും ആ ചാപ്റ്ററിൽ വരുന്നത് എലമെന്ററി പ്രോപ്പർട്ടീസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ ആണ് മെയിനായിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സെക്ഷനൊക്കെ ആയിട്ട് അതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ എലമെന്ററി പ്രോപ്പർട്ടീസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ, അപ്പൊ അനലിറ്റിക് ഫംഗ്ഷൻസിലോട്ട് നമ്മൾ പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്ക് ഇവിടെ പറയാൻ ആവശ്യമുണ്ട്, പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ടേമാണ് പവർ സീരീസ്. പവർ സീരീസിന്റെ വേറൊരു പേരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടെയ്ലർ സീരീസ്. പവർ സീരീസ് ഓർ ടെയ്ലർ സീരീസ്. അപ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷനും പവർ സീരീസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൺവേർജന്റ് പവർ സീരീസ് ഒരു അനലിറ്റിക് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പറയുന്നത്. കൺവേർജന്റ് ആയിട്ടുള്ള ഒരു പവർ സീരീസ് ഒരു അനലിറ്റിക് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പവർ സീരീസ് പറയാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ പവർ സീരീസിലോട്ട് പോകുന്നതിന് മുൻപ് we have to discuss some properties of convergence of a series. We have 2 types of series, റിയൽ സീരീസ് ഉണ്ടാവും, കോംപ്ലക്സ് സീരീസും ഉണ്ടാവും. അപ്പൊ എന്താണ് റിയൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീരീസ് സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സമ്മേഷൻ ഇത് വെച്ചിട്ടാണ്. സിഗ്മ n is equal to 0 to infinity an. ആ an എന്ന് പറയുന്ന ഒരു സീരീസ് ഡിനോട്ട് ചെയ്യുന്നത്. an എന്ന് പറയുന്ന റിയൽ നമ്പർ ആവുമ്പോൾ ആറിൽ നിന്ന് വരുന്ന സമയത്ത്, ക്യാപിറ്റൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് വരുന്ന സമയത്ത് ദാറ്റ് സീരീസ് ഇസ് നോൺ ആസ് എ റിയൽ സീരീസ്. ആൻഡ് ഇഫ് ദിസ് an belongs to C means set of complex numbers, then the corresponding series sigma n is equal to 0 to infinity an is a complex series. These are prerequisites. Some more previous knowledge you need to apply here. Convergence of a series. റിയലില് നിങ്ങൾ കൺവേർജൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരു സീരീസിന്റെ ഒരു സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? സീക്വൻസ്. അപ്പോൾ സപ്പോസ് we take the series as sigma n is equal to 0 to infinity an. For this series, the convergence of this series means the corresponding sequence of partial sums. Sequence of partial sums means how we form the sequence of partial sum. S1 is equal to A1, S2 equal to A1 plus A2,
S3 is equal to A1 plus A2 plus A3. If this sequence, these are known as partial sums. If the sequence of partial sums converges, then the corresponding series converges. The idea is same as in the case of complex analysis, the same idea we used. So a complex series sigma n is equal to 0 to infinity an converges if its sequence of partial sums converges. If its sequence of partial sums converges. That means when will we can say that a sequence is convergent? Here we are talking about the convergence of sequence of partial sums. Normal case le sequence convergent given epsilon greater than 0, there exists a positive integer n such that for every n greater than or equal to n, modulus of sequence an. We take the sequence as sequence an. We are talking about the convergence of this sequence. Modulus of an minus this sequence is said to converges to the point. We take the point as b. Modulus of an minus b less than epsilon for every n greater than or equal to n. That means what it imply? Except some finite terms of this sequence, all the other terms, a capital letter n, an vareyulla, a1, a2, etc. an vareyulla termugale maati nirthi kazhinjal baaki ee sequence il varunna termugalellam b യുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത്. അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ we can say that this sequence converges to the point b എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലേ? അപ്പോൾ ഇതേ ഐഡിയ നമ്മൾ sequence of partial sums, we denote the sequence of partial sums as Sn. Suppose we take the sequence of partial sums as Sn. What is your Sn here? Sn is equal to, what is your Sn? S1 is A1, S2 is A1 plus A2, S3 is A1 plus A2 plus A3. So what is your Sn? Sn is equal to summation n is equal to അല്ലെങ്കിൽ summation variable മാറ്റാം, m is equal to 1 to n, summation m is equal to 1 to n am. That means Sn is equal to a1 plus a2 plus etc. plus an. Is it clear to you? So if this sequence of partial sums converges, we can say that the corresponding series converges. The corresponding series is convergent if the sequence of partial sums converges. So this idea we need to store in your mind. This is very useful for discussing the remaining portions of this section. So the convergence of a series. Now we are moving to absolute convergence. When will we can say that a series is absolutely convergent? Absolutely convergent. So we take the series as summation an. Summation n is equal to 1 to infinity. This series converges absolutely. When will we can say that this series is absolutely convergent? If the corresponding series, which series? Sigma n is equal to 1 to infinity or sigma n is equal to 0 to infinity. You can take n from 1 to infinity or n from 0 to infinity. If
the corresponding series. Corresponding series is what? Sigma n is equal to 1 to infinity, or sigma n is equal to, if we take sigma n is equal to 0 to infinity, here also sigma n is equal to 0 to infinity, mod an, absolute values of an, absolute values of an. If this series converges, we can say that series an converges absolutely. Series an converges absolutely. So when will we can say that this is a convergence series? The corresponding partial sums. What are the partial sums here? S1 is equal to mod a naught. Well, suppose we take the summation from n is equal to 0 to infinity, mod a naught. S2 is equal to mod a naught plus mod a1, absolute value of the terms. S3 is equal to mod a naught plus mod a1 plus mod a2. If this sequence of partial sums converges, we can say that this series is convergent. If this series is convergent, we can say that this series converges absolutely. Is the idea clear to you? These are so here we take the terms an from the set of complex numbers C. So this is a complex series. In the case of real analysis, you already studied these ideas, absolute convergence and convergence. Here we are in the complex plane, complex field C. Is it okay? Now we are moving to prove one result. I think in your analysis, real analysis, you already studied that theorem, that result. Absolute convergence implies convergence implies convergence. What it mean? If this series, suppose we take this series as summation an belongs to C. This is a complex series. If this series converges absolutely, when will we can say that this series converges absolutely? The corresponding series with the absolute value of each terms. Summation mod an converges. Summation, this is a convergent series means, this is an absolutely convergent series means this is convergent. So what we need to prove? Absolute convergence implies convergence. So if summation mod an, if this series converges, then this will imply the convergence of this series sigma n is equal to 0 to infinity an. നമ്മൾ ഈ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫസ്റ്റ് റിസൾട്ടായിട്ട് തേർഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് റിസൾട്ടായിട്ട് നമുക്ക് അബ്സല്യൂട്ട് കൺവേർജൻസ് ഇംപ്ലൈസ് കൺവേർജൻസ്. അപ്പം നിങ്ങളത് റിയലിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതേ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഐഡിയ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ്നെസ്. നമുക്ക് നിങ്ങൾ മെട്രിക് സ്പേസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മെട്രിക് സ്പേസ് ഇപ്പം ലൈവായിട്ടാണ് ക്ലാസ് എങ്കിൽ പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ച് എനിക്ക് റെസ്പോൺസ് കിട്ടുമായിരുന്നുണ്ടോ ഇല്ലയെന്നല്ല. മെട്രിക് സ്പേസ് പഠിച്ചിട്ടുണ്ടാവും റിയൽ അനാലിസിസിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മളിനി ഗൂഗിൾ മീറ്റിൽ വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മളുടെ സി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കംപ്ലീറ്റ് മെട്രിക് സ്പേസിന്റെ പ്രത്യേകത എന്താണെന്നറിയാം. അതിലെ എല്ലാ കോഷി സീക്വൻസും, എന്താ കോഷി സീക്വൻസ്? റിയലിന്റെ കേസിൽ നിങ്ങൾ കോഷി സീക്വൻസ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഒരു സീക്വൻസ് an എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഫോർ എവറി n, m, ഫോർ എവറി n, m, for every positive integers n, m, there exists an integer n such that for every n, m greater than or equal to this n, modulus of an minus am less than epsilon.
അല്ലേ? ഒരു പർട്ടിക്കുലർ ടേംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ടേംസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ട് വരിക. ആ സീക്വൻസിലെ ബാക്കി ടേംസ് എല്ലാം വളരെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ടേംസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ട് വരുന്നതാണ് കോഷി സീക്വൻസ്. അപ്പൊ ഈ കോഷി സീക്വൻസ് ഏതൊരു കോഷി സീക്വൻസ്, ഇപ്പോൾ ഒരു മെട്രിക് സ്പേസ് എടുത്തു, ആ മെട്രിക് സ്പേസിലെ ഏതൊരു കോഷി സീക്വൻസ് എടുത്താലും ആ സ്പേസിൽ തന്നെ കൺവേർജന്റ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മെട്രിക് സ്പേസ് ഇസ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. ഓക്കെ, സോ അതിന് കംപ്ലീറ്റ് മെട്രിക് സ്പേസിന് നിങ്ങൾ റിയലിൽ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ in our online Google Meet. We can discuss these ideas. Okay, so R is a complete metric space in the Euclidean metric. Everybody knows that idea. C is also complete in the usual metric. So these ideas we used here to prove what we are going to prove. We are going to prove absolute convergence implies absolute convergence. Absolute convergence implies convergence. Implies convergence. So to prove this, take a series. Take a complex series. Complex series which means terms are from the complex field. So suppose this is suppose I take the series as summation n. Suppose this is an absolutely convergent series. What we need to prove, this series is convergent. This is absolutely convergent means summation mod n is convergent series, is a convergent series. So this is a convergent series means the sequence of partial sums of this series converges. Suppose I take the sequence of partial sums. Suppose I take the partial sum of this series as Pm. What is your Pm here? Sigma n is equal to 0 to m an. Mod an, sorry. Mod an. This is the convergent series. So here the partial sum Pm, mth partial sum we take. You can choose Pm is equal to sigma n is equal to 0 to m mod an. So here this series is convergent means the sequence of partial sums converges. Sequence of partial sums converges. So, but we need to show that for the convergence of this series, for the convergence of this series,